അപ്പോൾ പിന്നെയും അൺബോക്സിങ് മാമാങ്കം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എവിടെ ചെന്ന് നിൽക്കുമെന്ന് എനിക്കറിയത്തില്ല. എനിവേ നോക്കാം, ചിലപ്പം നിന്ന് പോയെന്നിരിക്കാം, ഡിപ്പെൻസ്. ബട്ട് നമ്മളിപ്പോൾ ഉള്ള സമയത്തിനെ പറ്റി ചിന്തിക്കാം, അതായിരിക്കും നല്ലത്. എനിവേ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് റെഡ്മി 13 5G. അതെ, കാര്യമായിട്ട് ഒരു ഡിസ്കഷനിൽ വന്നൊരു ഫോണാണ്. ചെറിയ രീതിയിലുള്ള കാര്യമായിട്ടുള്ള ഡിസ്കഷനും വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്യാം. പെട്ടി മാറ്റുന്നു. ആദ്യമേ തന്നെ ഫോൺ വിത്ത് ദ കവർ. നമുക്ക് TPU കേസ് ഉണ്ട് കേട്ടോ, TPU കേസ് ഉണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റി TPU കേസാണ്. കൊള്ളാം. ബുക്ക് 33 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജറാണ്, കാണാമെന്ന് വിശ്വസിക്കുന്നു. ഇതൊക്കെ ചിലവന്മാരെ കണ്ടുപിടിക്കണം കേട്ടോ. Type A to Type C കേബിൾ. ബൈ ദ ബൈ IQൻ്റെ കോപ്പി അടിച്ച സിം ഇജക്ടർ ടൂൾ ഉണ്ട് കേട്ടോ. ആരും അറിഞ്ഞില്ലെന്ന് പറഞ്ഞു വിചാരം. കൊള്ളാം. അപ്പോൾ ലാസ്റ്റ് ഫോണിലേക്ക് നമുക്ക് നോക്കാം. മറ്റേ സാധനമല്ല കേട്ടോ, ഇങ്ങനെ തുറന്നു വരുന്നതല്ല. ഇതാണ് ഫോൺ. ഗ്ലാസ് ആണെന്ന് തോന്നുന്നു കേട്ടോ. എനിവേ ഇതാണ് ഫോൺ, കാണാമെന്ന് വിശ്വസിക്കുന്നു. ഒരു റെഡ്മിയുടെ അത് ടിപ്പിക്കൽ ഒരു ഡിസൈൻ ആയിട്ടാണ് തോന്നുന്നത്. അത് വലിയ കൂടുതൽ കൊത്തുപണികളൊന്നുമില്ല, ജസ്റ്റ് ആ പറഞ്ഞ ക്യാമറയുടെ ആ ഒരു ബമ്പ് അത്രേ ഉള്ളൂ. പിന്നെ ഈ പറഞ്ഞ ഫ്ലാഷാന്ന് തോന്നുന്നു. സ്ക്രീൻ ഇങ്ങനെയാണ്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇതിൻ്റെ ആത്മാവ് ഊറ്റിയിട്ട് ബാക്കി നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ഒരു സാധനത്തിന് ആത്മാവ് ഊറ്റിയിരിക്കുകയാണ്. അതെ, റെഡ്മി 13 5G. അപ്പോൾ നമുക്കിതിൻ്റെ റിവ്യൂയിലേക്ക് കിടക്കാം. ഐ മീൻ ഷോർട്ട് ടേം റിവ്യൂ. ആദ്യം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ബിൽഡ് ആൻഡ് ഡിസൈനിൽ നിന്ന് കിടക്കാം. ബിൽഡ് ആൻഡ് ഡിസൈനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഗ്ലാസ് ബാക്കാണ്. അതെ, എനിക്ക് തന്നെ ഭയങ്കര അതിശയമായിപ്പോയി. ഈ ഒരു ഫോൺ കണ്ടു കഴിഞ്ഞാൽ റെഡ്മി നോട്ട് 12 Pro 5G അതേപോലെ തന്നെ ഇരിക്കുന്നത്. ഞാൻ നമ്മുടെ ചാനലിൽ ഇത് അൺബോക്സ് ചെയ്തിട്ടുണ്ട്. 12 Pro 5G സെയിം ഡിസൈൻ എന്ന് പറഞ്ഞാൽ സെയിം ഡിസൈൻ. എന്തായാലും കൈ ഹോൾഡ് ചെയ്യാനൊക്കെ നൈസാണ്. 8.3 mm തിക്നെസ്സും 205 ഗ്രാമൊക്കെയാണ് വെയിറ്റ്. കൈ ഹോൾഡ് ചെയ്യാൻ നല്ലതാണ്. പക്ഷേ ഒരു ബോക്സി ടൈപ്പ് ഓഫ് ഡിസൈനാണ്. കുഴപ്പമില്ല, ഇതൊരു പ്രീമിയം ഫീലൊക്കെ ഉണ്ട്. ഡിസൈനിൻ്റെ പെർസ്പെക്റ്റീവിൽ എനിക്ക് അത്രയ്ക്കൊന്നും പറയാനില്ല. പോർട്സ് ആൻഡ് ബട്ടൺസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ നമുക്ക് പവർ ബട്ടണും വോളിയം റോക്കേഴ്സും ഉണ്ട്. ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഹൈബ്രിഡ് സിം സ്ലോട്ടാണ്, ഡുവൽ സിം ഉണ്ട്. താഴെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മൈക്കും ഉണ്ട്, Type C പോർട്ടുണ്ട്, കൂടാതെ തന്നെ സ്പീക്കറിൻ്റെ ഗ്രില്ലും ഉണ്ട്. മുകളിൽ നമുക്ക് IR ബ്ലാസ്റ്ററും 3.5 mm ജാക്കിൻ്റെ ഹോളും ഉണ്ട്. അതെ, ഇറ്റ് ഹാസ് 3.5 mm ജാക്ക്. ഐ ആം ദ ഹാപ്പിയസ്റ്റ് മാൻ. വളരെ സന്തോഷം. എനിവേ, ഇനി അടുത്തായിട്ടുള്ള സാധനം ഓഫ് കോഴ്സ് ഫിംഗർ പ്രിൻറ്റ് ഫേസ് അൺലോക്ക് ഒക്കെ നമുക്ക് നോക്കാം. സോ ഫിംഗർ പ്രിൻറ്റ് ഫാസ്റ്റാണ്. ഫേസ് അൺലോക്കും വലിയ കുഴപ്പമില്ല, വലിയ വിഷയമില്ല. ഫിംഗർ പ്രിൻറ്റ് ഫേസ് അൺലോക്കൊക്കെ ഫൈനാണ്. അടുത്തായിട്ട് നമുക്ക് ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ചെക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം അതിനകത്തില്ല. സോ സിംഗിൾ ബോട്ടം ഫയറിംഗ് സ്പീക്കേഴ്സാണ്. നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. സോ പറയുവാണെങ്കിൽ ഭയങ്കര ലോ വോളിയമാണ്. സത്യം പറയാൻ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ലോ വോളിയമാണ്. ക്വാളിറ്റി ഈസ് ആവറേജ്. 12 സ്റ്റീരിയോ സ്പീക്കേഴ്സ് വെക്കേണ്ടതായിരുന്നു, മോശമായിപ്പോയി. അടുത്തായിട്ട് നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേയിലേക്ക് കിടക്കാം. 6.79 ഇഞ്ചിൻ്റെ വര വീഴാത്ത IPS LCD ഡിസ്പ്ലേ ആണ്. അതെ, 120 Hz റിഫ്രഷ് റേറ്റ് ഉണ്ട്. 550 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് ആണ്. ടച്ച് സാമ്പിളിംഗ് റേറ്റ് 240 Hz ഉണ്ട്. ഓക്കെ, ഡിസ്പ്ലേ പോയിന്റ് ഓഫ് വ്യൂവിൽ എനിക്കൊന്നും പറയില്ല. IPS LCDയിൽ തന്നെ അത്യാവശ്യം നല്ലൊരു ഡിസ്പ്ലേ ആയിട്ട് എനിക്ക് തോന്നുന്നത്. കളേഴ്സൊക്കെ അത്യാവശ്യം വലിയ കുഴപ്പമില്ല. വ്യൂവിങ് ആംഗിൾസും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഡിസ്പ്ലേ അത്യാവശ്യം ഫൈനാണ്. ഈവൻ ബ്രൈറ്റിലും നിങ്ങൾക്ക് വലിയ വിഷയമൊന്നും ഉണ്ടാകും. ഞാൻ അങ്ങനെ എക്സ്ട്രീം ബ്രൈറ്റ് ആണെന്നൊന്നും പറയത്തില്ല. എന്തായാലും നിങ്ങൾക്ക് സൺലൈറ്റിൽ അത്യാവശ്യം വിസിബിൾ ആണ്. വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. 120 Hz ഒക്കെ വളരെ മോശമായിട്ടാണ് വർക്ക് ചെയ്തത്. ഇവർ അഡാപ്റ്റീവ് സിങ്ക് ഉണ്ടെന്ന് പറയുന്നത്, അതായത് ഓട്ടോമാറ്റിക് ഷിഫ്റ്റ് ഉണ്ടെന്ന് പറയുന്നത്. പക്ഷേ എനിക്കതിൻ്റെ ഒരു ഒപ്റ്റിമൈസേഷൻ അങ്ങോട്ട് ഇഷ്ടപ്പെടില്ല. ഇപ്പോൾ 60 നിങ്ങൾ ആ ഓട്ടോ മോഡിൽ ഇടുവാണെങ്കിൽ ചില ജിറ്റേഴ്സൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. 60 Hz അതൊരു ഷിഫ്റ്റ് കറക്റ്റായിട്ടല്ല. ചില സമയത്ത് ചെറിയൊരു ലാഗ് വരാം.
അതുകൊണ്ട് നിങ്ങൾ 120 ഹെർട്സിൽ ഇടുന്നതായിരിക്കും ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. 120 ഹെർട്സ് ഇട്ടിട്ട് പോലും ഇപ്പോൾ ഞാൻ BGMI ഒക്കെ കളിച്ചിട്ട് പെട്ടെന്ന് എക്സിറ്റ് ചെയ്യാൻ നേരത്തെ ഒരു ചെറിയൊരു ലാഗ് ഉണ്ട്. ഓക്കെ ഫൈൻ, ഫോർ ദ പ്രൈസ് ആൻഡ് ചിപ്സെറ്റ് പവർ കുറവാന്നൊക്കെ പറയാം, അതൊക്കെ ശരിയാണ്. പക്ഷെ ഒരു സോഫ്റ്റ്വെയർ ഒപ്റ്റിമൈസേഷൻ കുറച്ചുകൂടെ ഒക്കെ ഒപ്റ്റിമൈസ് ചെയ്യും. കാരണം ഈ പ്രൈസ് റേഞ്ചിലുള്ള കുറച്ച് ഫോൺസിൽ ഇതിനെ ഇച്ചിരി ബെറ്റർ ആയിട്ടാണ് പെർഫോം ചെയ്യുന്നത്. സോ ആ ഒരു സെറ്റപ്പ് ഒക്കെ വെച്ച് കുറച്ചുകൂടെ ഇവർക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ ഡിസ്പ്ലേ പോയിന്റ് ഓഫ് വ്യൂവിൽ വേറെ പരാതികളൊന്നുമില്ല. ഈ പറഞ്ഞ ഒരു ചെറിയ ജിറ്റേഴ്സ് ഒക്കെ സ്ക്രീൻ റിഫ്രഷ് റേറ്റ് ഒപ്റ്റിമൈസേഷൻ കുറച്ചുകൂടെ നന്നാക്കേണ്ടിയിരിക്കും. പിന്നെ ഒരു കാര്യം പറയാനുള്ള, എന്തോ ടച്ചിന് എന്തോ ഒരു ചെറിയൊരു സ്ലോനെസ് ഫീൽ ചെയ്യാറുണ്ട്. ചില സമയത്ത് നമ്മൾ സ്ക്രോൾ ചെയ്യാൻ നിർത്തുന്നത് കറക്റ്റായിട്ട് കിട്ടുന്നില്ല. അത് എന്നാന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതായത് ഗൂഗിൾ ക്രോമിലാണ് എനിക്ക് ഈ ഒരു വിഷയം വരുന്നത്. ഇത് ബ്രൗസറിൻ്റെ വല്ല ബഗ്ഗാണോ എന്നാ സംവിധാനമൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. ചില സമയത്ത് ഒരു ഭയങ്കര ബോറാണ്. അത് ഒരു ചെറിയ ഈ പറഞ്ഞ ഒരു അനക്കവും ഇല്ലാതെ ഇരിക്കുന്ന പോലെ, അതൊന്ന് നോക്കേണ്ടതാണ്. ഇനി അടുത്തായിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ഓഫ് കോഴ്സ് ചിപ്സെറ്റ് Qualcomm Snapdragon 4 Gen 2 ചിപ്സെറ്റ് ആണ്. AI കൂടെ ഉണ്ട്. AI LPDDR4X UFS 2.2 ആണ്. AnTuTu സ്കോറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 4,38,547 ആണ് സ്കോർ, വലിയ കുഴപ്പമില്ല. Geekbench സ്കോറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 968 സിംഗിൾ കോർ സ്കോറിലും 2257 ആണ് മൾട്ടി കോർ സ്കോർ. ഇനി ഫൈനലി CPU ത്രോട്ടിലിംഗ് ടെസ്റ്റ് ഞാൻ 15 മിനിറ്റിന് ചെയ്തു. എനിക്ക് 84% സ്റ്റെബിലിറ്റിയാണ് കിട്ടിയത്. 84% ഒരു ഓക്കെ സ്റ്റെബിലിറ്റി എന്ന് ഞാൻ പറയുള്ളൂ. വലിയ കുഴപ്പമില്ല. ഒരു അരമണിക്കൂറൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ 80 റേഞ്ചിലായിരിക്കും. ഓക്കെ ഫൈൻ, ഗ്രീൻ ഗ്രാഫാണ്, വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിനെ ഒന്നും അത്രയും ത്രോട്ടിലിംഗ് നമുക്ക് നോക്കേണ്ട കാര്യമില്ല, കാരണം ഹെവി പെർഫോമൻസ് ചിപ്സെറ്റ് ഒന്നുമല്ല. പക്ഷേ നോർമൽ ടാസ്ക് ഒക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയ ചിപ്സെറ്റാണ്. ഓഫ് കോഴ്സ് MediaTekന്റെ 6000 സീരീസിനെങ്കിലും ബെറ്റർ ആണ്, അതിനകത്തൊരു സംശയം വേണ്ട. പെർഫോമൻസിൻ്റെ കാര്യത്തിൽ നോക്കി കഴിഞ്ഞാൽ ഇനീഷ്യലി ചെറിയൊരു സ്ലോ ഒക്കെ ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ഫോണൊന്ന് സെറ്റായി കഴിഞ്ഞപ്പോൾ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസ് ആണ്. അതായത് ഈ പ്രൈസ് റേഞ്ചിൽ കിട്ടാവുന്ന കുഴപ്പമില്ലാത്തൊരു ചിപ്സെറ്റ്. എന്തായാലും MediaTekന്റെ Dimensity 6000 സീരീസിനേലും ഒക്കെ ബെറ്റർ ആണ്. 6000 സീരീസിനേലും ബെറ്റർ ആണ്. പക്ഷേ Snapdragon 6 Gen 1ൻ്റെയും MediaTek 7050ൻ്റെയും ഇപ്പോൾ പുതിയതായിട്ട് ഇറക്കിയ 7300 ഒക്കെ താഴെയാണ്. പക്ഷെ എന്നാലും ഫൈനായിട്ടുള്ളൊരു പെർഫോമൻസ് ആണ്. പിന്നെ നിങ്ങൾക്ക് എക്സ്ട്രീമായിട്ട് ഞാൻ പറയത്തില്ല, എക്സ്ട്രീം നിങ്ങൾക്കൊരു ഫൈൻ പെർഫോമൻസ് കിട്ടുമെന്ന് ഞാൻ പറയാം. ചില സമയത്ത് ചെറിയ ലാഗ് സെറ്റപ്പ് ഒക്കെ ഉണ്ട്, അത് റെയർ ആയിട്ടാണ്. എന്നാലും ചില സമയത്തൊക്കെ ഒരു സംഭവം ഉണ്ട്. പിന്നെ ആപ്പ് ഓപ്പണിംഗ് ഒക്കെ UFS 2.2 ആണെന്ന് ഇവർ പറയുന്നെങ്കിൽ പോലും ഇച്ചിരി കൂടെ സ്ലോ ആണ്. ആനിമേഷൻസ് വളരെ 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 മോശമാണ്. അതായത് IQനേലും എനിക്ക് വൃത്തികെട്ട രീതിയിലുള്ള ആനിമേഷൻസ് ആയിട്ടാണ് തോന്നിയത്. കണ്ടോ, ഒരു ഫീലും ഇല്ല. നമ്മൾ ഈ മറ്റേ ആ ഒരു ഫ്ലോയിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരു ആപ്പ് തുറക്കുന്നു, ക്ലോസ് ചെയ്യുന്നു, അത് രസമാണ്. ആ ഒരു ആനിമേഷൻസ് വളരെ മോശമായിട്ടൊരു ആനിമേഷൻസ് ആണ്. ഈ പ്രൈസ് ബഡ്ജറ്റിൽ പോലും പല കമ്പനികൾ ഇങ്ങനത്തെ ഒരു മോശം പരിപാടിയാണ് കാണിക്കുന്നത്. അതായത് ഈ ആനിമേഷൻസ് മാറ്റിക്കളയാം. IQന്റെ എനിക്ക് തോന്നുന്നു ഇതിനേലും കുറച്ചുകൂടെ ഭേദമാണെന്ന് തോന്നുന്നു. പക്ഷെ അല്ലാത്ത പോയിന്റ് ഓഫ് വ്യൂവിൽ ബാക്കി UI ഒക്കെ റെസ്പോൺസീവ് ആണ്, വലിയ കുഴപ്പമൊന്നുമില്ല. പെർഫോമൻസ് ഒക്കെ ഫൈനാണ്. എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടും ഇല്ല. പിന്നെ ഞാൻ പറഞ്ഞു ചെറിയ ജിറ്റേഴ്സ് ഒക്കെ പ്രതീക്ഷിക്കാം. അത് നിങ്ങൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പ്രതീക്ഷിച്ചേ പറ്റുള്ളൂ. പക്ഷേ ഇനി നിങ്ങൾക്ക് ഒട്ടും ജിറ്റേഴ്സ് പറ്റത്തില്ല, നിങ്ങൾക്ക് IQനിലേക്ക് പോകാം. കാരണം അത് കുറച്ചുകൂടെ ബെറ്റർ ചിപ്സെറ്റ് ആണ് 6 Gen 1. പിന്നെ ഗെയിമിങ്ങിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് BGMI നമുക്ക് സ്മൂത്ത് അൾട്രയിൽ കളിക്കാം. 40 FPS അത്യാവശ്യം നല്ല ഗെയിമിംഗ് ആണ് കേട്ടോ. അത് 40 FPS പോയിന്റ് ഓഫ് വ്യൂവിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ഞാനൊരു 45 മിനിറ്റ്സോളം പ്ലേ ചെയ്തു. ഹീറ്റിംഗ് ഒന്നുമില്ല. അത് ചെറുതായി ഇവിടെ വാമാവും, എല്ലാ ഫോൺസിനെയും പോലെ വാമാവും. ഓവർ ഹീറ്റിങ്ങോ കൈ പൊള്ളുന്ന രീതിയിലോ. കുറച്ച് കഴിഞ്ഞ് ഹീറ്റ് കുറയുകയാണ് ചെയ്തത്. മേ ബി ഇത്രയും പവർ കുറഞ്ഞ ഫോണൊക്കെ ആയതുകൊണ്ടാവാം. അപ്പം ഈ പറഞ്ഞ ഗെയിമിങ്ങിൽ അങ്ങനെ വലിയ വിഷയങ്ങളൊന്നുമില്ല. ഹീറ്റിംഗ് അങ്ങനെ ഫേസ് ചെയ്തിട്ടില്ല. ഗെയിമിങ്ങിലേക്ക് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 40 FPS രീതി അത്യാവശ്യം നന്നായിട്ട് തന്നെ കളിക്കാം. അതായത് കാഷ്വൽ ഗെയിമിങ്ങിന് കൊള്ളാം. ഞാൻ ഈ ഒരു ഫോൺ ഒരിക്കലും ഗെയിമിങ്ങിന് സജസ്റ്റ് ചെയ്തില്ല. കാരണം നിങ്ങൾക്ക് IQ C9X അല്ലെങ്കിൽ റിയൽമിയുടെ P1 Narzo 70 Pro ഈ പറഞ്ഞ CMF അതിലേക്ക് CMF ഞാൻ അത്രയും പറയത്തില്ല. ഈ പറഞ്ഞ റിയൽമിയുടെ അല്ല IQന്റെ ഫോൺസിലേക്കൊക്കെ കുറച്ചുകൂടെ പോകും. IQ ആണ് കുറച്ചുകൂടെ പ്രിഫേർഡ്, കാരണം ചിപ്സെറ്റ് കുറച്ചുകൂടെ കേപ്പബിൾ ആണ്. അപ്പം ആ ഒരു സ്കീം വെച്ച്. പക്ഷേ ഇത് കാഷ്വൽ ഗെയിമിങ്ങിന് കൊള്ളാം. ചെറിയ ഗെയിമിങ്ങിലൊക്കെ കുഴപ്പമില്ല എന്നേ എനിക്ക് പറയാനുള്ളൂ. അപ്പം അല്ലാതെ എക്സ്ട്രീം ആയിട്ടൊന്നും ഇല്ല. കാരണം ഈ ചിപ്സെറ്റ് അത്രേ ഉള്ളൂ, ആ ഒരു ചിപ്സെറ്റിന്റെ പവർ അത്രേ ഉള്ളൂ. അടുത്താണ് നമുക്ക് ഈ ഒരു ഫോണിന്റെ അടുത്ത കാറ്റഗറിയെ പറ്റി സംസാരിക്കാം. ക്യാമറ 108 മെഗാ പിക്സലിന് തള്ളിയ ക്യാമറയുണ്ട്. 2 മെഗാ പിക്സലിന് പ്രഹസനവും തള്ളി വെച്ചിട്ടുണ്ട്. എന്തായാലും സാംസങ്ങിന് സെൻസർ ആണെന്നാണ് എൻ്റെ ഒരു നിഗമനം, അല്ലെങ്കിൽ ഒമ്നിവിഷൻ ആകാം. ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ ഇറ്റ്സ് പ്രിറ്റി ആവറേജ്. അതായത് ഡേ ലൈറ്റിൽ നിങ്ങൾക്ക് വലിയ കുഴപ്പമില്ലാത്ത നല്ല ഷോട്ട്സ് ഒക്കെ കിട്ടും. വലിയ കുഴപ്പമില്ലാത്ത കളേഴ്സൊക്കെ ഓക്കെ ഫൈൻ ആയിട്ടുള്ള കളേഴ്സിൽ നിങ്ങൾക്ക് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത ഫോട്ടോസൊക്കെ കിട്ടും. ഈവൻ 108 മെഗാ പിക്സൽ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കുറേ സൂമൊക്കെ ചെയ്ത് അത്യാവശ്യം ഷാർപ്പായിട്ടുള്ള ഫോട്ടോസൊക്കെ കിട്ടും, കുഴപ്പമൊന്നുമില്ല. എന്നാൽ ചില കണ്ടീഷനിൽ നമുക്ക് ഡൈനാമിക് റേഞ്ച് മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെ മോശമാണ്. അതായത് സ്കൈ ചിലപ്പോൾ ബ്ലോൺ ഔട്ടൊക്കെ പോകാം അത്രയ്ക്ക്. പിന്നെ കൂടുതൽ ക്രിട്ടിസൈസ് ചെയ്യുന്നില്ല ഈ ഒരു പ്രൈസ് വെച്ച്. കോമ്പറ്റീഷൻ വെച്ച് ഈ പറഞ്ഞ 16-15 രൂപയുടെ ഫോൺസൊക്കെ വെച്ച് ഓഫ് കോഴ്സ് ക്രിട്ടിസൈസ് ചെയ്യും. കാരണം ആ ഫോൺസൊക്കെ വേ ബെറ്റർ ആണ് ഇതിന്. ആ ഒരു സ്കീം വെച്ച് ക്രിട്ടിസൈസ് ചെയ്യും. IQ C9X ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നത്
ഒരു എഡ്ജ് ഇതിന് ചെറിയ രീതിയിൽ ചില സിനാറിയോസിൽ ഇത് കുറച്ച് ബെറ്റർ ആകാറുണ്ട് ഡേ ലൈറ്റ് ഷോട്ട്സിൽ. പിന്നെ പോർട്രേറ്റ്സ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ ഓക്കെ ഫൈൻ, പോർട്രേറ്റ്സ് ഫോട്ടോസ് വലിയ കുഴപ്പമില്ലാത്ത ബ്ലറും വലിയ കുഴപ്പമില്ലാത്ത അത്യാവശ്യം നല്ല ഫോട്ടോസൊക്കെ കിട്ടും. ഡേ ലൈറ്റിൽ വലിയ കുഴപ്പമൊന്നും എനിക്ക് ഫേസ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, അത് ഉറപ്പാണ്. ഹ്യൂമൻ സബ്ജക്ട്സിലേക്ക് പോകുകയാണെങ്കിൽ ഓഫ് കോഴ്സ് റെഡ്മി ആണ്, അല്ലെങ്കിൽ ചൈനീസ് ഫോൺസ് എല്ലാം ഒരു ചെറിയൊരു വൈറ്റനിങ് ഉണ്ട്. എന്നാലും എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടു. സ്കിൻ ടോൺസ് വലിയ കുഴപ്പമില്ലാതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു ക്ലാരിറ്റി അത്രയ്ക്ക് അങ്ങോട്ടില്ല. ഒരു എബോവ് ആവറേജ് ആണ് ടോട്ടലി എനിക്ക് തോന്നുന്നത്. പിന്നെ നൈറ്റ് ഫോട്ടോസിനെ പറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യം നോയ്സി ആയിട്ടുള്ള ഫോട്ടോസാണ്, എന്നാലും യൂസബിൾ ഫോട്ടോസ് കിട്ടും. അല്ലാതെ പ്രിറ്റി ആവറേജ് ആയിട്ടാണ്, അല്ലാതെ എക്സ്ട്രീം ഹൈ ആയിട്ടൊന്നും പറയാതെ. പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വെച്ച് നമുക്ക് കൂടുതൽ പറയാനില്ല. ഈ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് ഒരു എബോവ് ആവറേജ് ഡീസെന്റ് എന്നൊക്കെ എനിക്ക് പറയാനുള്ളൂ. സെൽഫി ക്യാമറ ഉണ്ട് അത്രേ പറയാനുള്ളൂ. ഇനി വീഡിയോ കേപ്പബിലിറ്റിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് റെഡ്മി 13 5Gയുടെ 1080p at 30 FPS ഫുട്ടേജ്. സോ നമുക്ക് കാണാൻ സാധിക്കും സ്റ്റെബിലൈസേഷൻ ഒന്നുമില്ല. ചെറുതായിട്ട് നടന്നാൽ അത്യാവശ്യം ഓടിയാൽ തന്നെ സ്റ്റെബിലൈസേഷൻ ഒന്നുമില്ല. സെൽഫി വീഡിയോയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് റെഡ്മി 13 5Gയുടെ ഫ്രണ്ട് ഫേസിങ് ക്യാമറയുടെ വീഡിയോ. സോ സ്റ്റെബിലൈസേഷൻ ഒന്നുമില്ല, ക്വാളിറ്റിയൊക്കെ ആവറേജ് ആണ്. ബാക്ക്ഗ്രൗണ്ട് കണ്ടാൽ തന്നെ അറിയാം നിങ്ങൾക്ക് അവിടുത്തെ എക്സ്പോഷർ ഒന്നും കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. ആവറേജ്, ദാറ്റ്സ് ഓൾ. അപ്പോൾ വീഡിയോ റെക്കോർഡിങ്സ് ഇങ്ങനെയൊക്കെയാണ്. ഓക്കെ ഫൈൻ, അത്രേ ഉള്ളൂ. അപ്പോൾ ക്യാമറയുടെ കാര്യത്തിൽ എനിക്ക് മൊത്തത്തിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു എബോവ് ആവറേജ് ഡീസൻറ്റ് അത്രേ ഉള്ളൂ. IQ C9X ആയിട്ടൊരു ഏറെക്കുറെ സിമിലർ ആണ്. എനിക്ക് തോന്നുന്ന ചില രീതിയിൽ നോക്കി കഴിഞ്ഞാൽ ഇച്ചിരി ബെറ്റർ ഇതായിട്ട് തോന്നി, അത്രേ ഉള്ളൂ. അത് രണ്ടും കണക്കാണ്. പിന്നെ ബാക്കി കാര്യങ്ങൾ വെച്ച് നിങ്ങൾക്ക് അത് ഡിറ്റർമൈൻ ചെയ്യാവുന്നതാണ്. അടുത്തായിട്ട് നമുക്ക് ഒരു ഫോട്ടോ സോഫ്റ്റ്വെയറിലേക്ക് കിടക്കാം. HyperOS 1 ബേസ്ഡ് ഓൺ Android 14 ആണ്. ഇതാണ് ബ്ലോട്ട് വേഴ്സിൻ്റെ എണ്ണം. ഞാൻ കാണിച്ചു തരാം. 17 ബ്ലോട്ട് വേഴ്സ് ഉണ്ട്. IQ ഭേദം, റിയൽമിയും ഭേദം, CMF അതിഭേദം, മോട്ടോയും ഭേദം. എന്തിനാണോ ഇത്രയും തള്ളിക്കയറ്റുന്നത്? എനിക്ക് റിയൽമിയുടെ എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ലെങ്കിൽ പോലും എനിക്ക് ഇത്രയും ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. 17 എണ്ണം. കഴിവ് കേട്ടോ. പിന്നെ ഷവമിയുടെ ആപ്സ് ഒക്കെ ഉണ്ട്. പിന്നെ ഇതൊക്കെ അൺഇൻസ്റ്റാളബിൾ ആണ്, പക്ഷെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, പിന്നെ പ്രൈസ് വെച്ച് ഓക്കെ എന്നൊക്കെ പറയാം. എന്നാലും ഇത് ഞാൻ മോശമായിട്ട് തന്നെയാണ് പറഞ്ഞത്. പിന്നെ ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. എനിവേ, പിന്നെ സോഫ്റ്റ്വെയറിനെ പറ്റി പറയുകയാണെങ്കിൽ ഇഷ്ടം പോലെ കസ്റ്റമൈസേഷൻ ഉണ്ട്. ഓഫ് കോഴ്സ് ഷവമി MIUI പോലെ തന്നെ HyperOS വലിയ മാറ്റമൊന്നുമില്ല. ഞാൻ വലിയ ആനയാണ് പ്രതീക്ഷിച്ചത്, പക്ഷേ എലിയുടെ അത്രയും പോലും ആയിട്ടില്ല. എനിവേ, കുഴപ്പമില്ല എന്നൊക്കെ പറയാനുള്ളൂ. കുറേ ഫീച്ചേഴ്സൊക്കെ ഉണ്ട്, പക്ഷേ അത്യാവശ്യം ബഗ്സ് ഞാൻ അങ്ങനെ ഫേസ് ചെയ്തില്ലെങ്കിൽ പോലും ചെറിയ ജിറ്റേഴ്സ് ലാഗ്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ അത്യാവശ്യം MIUIയുടെ കൂടപ്പുറപ്പായതുകൊണ്ട് എനിക്ക് കൂടുതൽ പറയില്ല. എനിക്ക് വന്നാൽ കുറച്ചുകൂടെ ബെറ്റർ UI IQൻ്റെ ഒക്കെയാണ്. ഫൺ ടച്ച് ഓയ്സ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് തോന്നുന്നു. ഈവൻ റിയൽമിയുടെ UI ഇതിനേലും വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതെല്ലാം അൺഇൻസ്റ്റാൾ ചെയ്തെല്ലാം സെറ്റാക്കി കഴിഞ്ഞാൽ കുറച്ച് ക്ലീൻ UI ആണ്. പിന്നെ ഓഫ് കോഴ്സ് ആർട്സ് ഒക്കെ ഓഫ് ചെയ്തില്ലെങ്കിൽ പരസ്യം കണ്ട് നിങ്ങൾക്ക് ജീവിതം സുഖകരമാക്കാം. അത് നിങ്ങളുടെ ഇഷ്ടം. പരസ്യം ഓഫ് ചെയ്തത് നല്ലത്. അപ്പോൾ അതൊക്കെയാണ് സോഫ്റ്റ്വെയറിൻ്റെ കാര്യം. അടുത്താണ് നമുക്ക് ഈ ഒരു ഫോണിന്റെ സെൻസേഴ്സിനെ പറ്റി നോക്കി കഴിഞ്ഞാൽ എല്ലാ സെൻസേഴ്സും ഉണ്ട്. കൂടാതെ കരിയർ അഗ്രിഗേഷൻ ഈ ഒരു ഫോൺ സപ്പോർട്ട് ചെയ്യും. 5G+ കാണിക്കുന്നുണ്ട്. ജിയോ 5G ഞാൻ ടെസ്റ്റ് ചെയ്തു. ക്വാളിറ്റി ഒക്കെ നൈസാണ്. കണക്ടിവിറ്റിക്കൊന്നും ഒരു പ്രശ്നവുമില്ല. സോ ഇറ്റ്സ് ഗുഡ്. അടുത്തായിട്ട് നമുക്ക് ഈ ഒരു ഫോണിന്റെ ബാറ്ററി നോക്കി കഴിഞ്ഞാൽ 5000 mAh ബാറ്ററിയും 33 വാട്ട്സിന്റെ ചാർജർ പെട്ടിക്കകത്ത് തന്നിട്ടുണ്ട് കേട്ടോ. ചില ബ്രാൻഡുകൾ പോലെ പറ്റിച്ചിട്ടില്ല. അപ്പോൾ പെട്ടിയിൽ 33 വാട്ട്സ് ആണ്. ഏറെക്കുറെ 1 മണിക്കൂർ 1.25 മണിക്കൂർ കൊണ്ടൊക്കെ ഫുൾ ചാർജ് ആവും. പിന്നെ ബാറ്ററി ബാക്കപ്പ് ഫൈനാണ്. കാരണം ഈ ഒരു പെർഫോമൻസും IPS LCD ഡിസ്പ്ലേ ഒക്കെ വെച്ച് മീൻസ് പവർ കുറഞ്ഞൊക്കെ ആയതുകൊണ്ട് നിങ്ങൾക്ക് 1 ഡേ ഒക്കെ സ്മൂത്ത് ആയിട്ട് പോകും. അതായത് വലിയ റേറ്റ് കൂടുന്നതനുസരിച്ച് ബാറ്ററി ബാക്കപ്പ് കുറയും. അപ്പോൾ ആ ഒരു കേസിൽ ഇത് 1 ഡേ ഒക്കെ സ്മൂത്ത് ആയിട്ട് നിൽക്കും, നിങ്ങളുടെ യൂസ് പോലെ. പിന്നെ ഇറ്റ്സ് ഫൈൻ, എനിക്ക് ഇഷ്ടപ്പെട്ടു. വലിയ കുഴപ്പമില്ലാത്തൊരു ബാറ്ററി ബാക്കപ്പ് ആയിട്ടാണ് തോന്നുന്നത്. ഇനി പ്രൈസിങ്ങിലേക്ക് നോക്കിയാൽ 6GB 120GB ആണ് ബേസ് വേരിയന്റ്. അതിന് നമുക്ക് 14,000 രൂപയാണ്. സെയിം പ്രൈസിൽ 1000 രൂപ സെയിം പ്രൈസിൽ IQ C9X ഉണ്ട്. എനിക്ക് തോന്നുന്ന 13,000 രൂപയ്ക്ക് IQ C9Xന്റെ 4GB വേരിയന്റ് ഉണ്ട്. പാരലി നിങ്ങൾക്ക് കമ്പയർ ചെയ്യുന്ന രീതിയിൽ. പിന്നെ റിയൽമി P1 15 രൂപയ്ക്ക് 16 രൂപയ്ക്ക് Narzo 70 Pro CMF Phone 1 ഇതൊക്കെ ഉണ്ട് കമ്പാരിസനായിട്ട്. കൺക്ലൂഷനിലേക്ക് വരുവാണെങ്കിൽ പറ്റുമെങ്കിൽ ഈ ഒരു ഫോൺ ഒഴിവാക്കി നിങ്ങൾക്ക് C9Xോ അല്ലെങ്കിൽ റിയൽമി P1 Narzo 70 Pro CMF Phone 1 ഒക്കെ നോക്കാം. പിന്നെ റെഡ്മി തന്നെ വേണ്ടവർക്ക് ഇത് നിങ്ങൾക്ക് എടുക്കാം. ഞാൻ മോശമാണെന്നല്ല വന്ന കോമ്പറ്റീഷൻ വെച്ച് ഇത് കുറച്ചുകൂടെ ബെറ്റർ ആണ്. കോമ്പറ്റീഷൻ വെച്ച് എനിക്ക് തോന്നുന്ന ബെറ്റർ പെർഫോമൻസ് C9X കിട്ടും. പക്ഷേ ബിൽഡ് കുറച്ചുകൂടി ഇതിൻ്റെ നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആലോചിച്ചെടുക്കാം.
ബിൽഡ് പിന്നെ ക്യാമറ ഒരു സ്ലൈറ്റ് ബെറ്റർ ആണ്, പെർഫോമൻസ് ഓക്കെ, സോഫ്റ്റ്വെയർ ഓക്കെ, ഈ ഒരു സ്കീമൊക്കെയാണ്. പിന്നെ ബാറ്ററിയും കുറച്ച് കുഴപ്പമില്ല. IQ Z9X നോക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്റർ പെർഫോമൻസ് കിട്ടും, പിന്നെ കുറച്ചുകൂടെ ബെറ്റർ സോഫ്റ്റ്വെയർ കിട്ടും, അതൊക്കെയാണ്. പിന്നെ കുറച്ച് റേറ്റും കുറവാണ്. ഈവൻ അതിൻ്റെ 8GB വരെ നിങ്ങൾക്ക് 4K റെക്കോർഡിംഗും കിട്ടും. സോ കുറച്ചുകൂടെ ഒരു സ്ലൈറ്റ് പെർഫോമൻസ് എഡ്ജ് ഉണ്ട്. പെർഫോമൻസ് കൂടുതൽ താല്പര്യമുള്ള Z9Xലേക്ക് പോകാം. ഇനി എൻ്റെ ഒരു സജഷൻ, നോർമൽ യൂസറൊക്കെയാണ് നിങ്ങൾ ഒരു 2000 രൂപ കൂടുതൽ ഇട്ടിട്ട് Narzo 70 Pro നല്ല കിടിലൻ ക്യാമറ നിങ്ങൾക്ക് കിട്ടും. ഈവൻ ഫോൺ ആണെങ്കിലും അത്യാവശ്യം നല്ലതാണ്. CMF ഫോൺ 1 അത്യാവശ്യം സജസ്റ്റബിൾ ആണ്. ഗെയിമിംഗ് ഒഴിച്ച് ബാക്കിയെല്ലാം CMF ഫോൺ നല്ലതാണ്. ക്യാമറ ആണെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു, ഞാൻ റിവ്യൂ ചെയ്തിട്ടുണ്ട്, കണ്ടു നോക്കുക. അപ്പോൾ ഓവറോൾ എനിക്കിതാണ് Redmi 13 5G പറ്റി പറയാനുള്ളത്. താല്പര്യമുള്ളവർക്ക് ഇത് ഒഴിവാക്കാന്നുണ്ട്. റെഡ്മി വേണ്ടവർ മാത്രം ഇതിലേക്ക് നോക്കാം. കുറച്ചുകൂടി ഇത് ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. എന്ന് വെച്ചാൽ പൊട്ട ഫോൺ നല്ല, പക്ഷേ കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യാം. കമ്പാരിസൺ വെച്ച്, കോമ്പറ്റീഷൻ വെച്ചാണ് ഈ ഒരു ഫോൺ കുറച്ചുകൂടെ ബെറ്റർ ആകണമെന്ന് തോന്നുന്നു. അപ്പം അത്രയേ ഉള്ളൂ. അപ്പോൾ പറ്റുമെങ്കിൽ ഒഴിവാക്കിയിട്ട് വേറെ ഫോൺസ് നോക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് വീഡിയോ. പുതിയൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും